സമയം തന്നെ കോടതിയിൽ ഹൈക്കോടതി സ്വമേധയാ സ്വീകരിച്ച ഹർജിയിൽ പരിഗണിച്ചുകൊണ്ടിരിക്കുകയാണ്. ദേവസ്വം ബെഞ്ചിന്റെ നടപടിക്രമങ്ങൾ സംബന്ധിച്ചുള്ള വിവരങ്ങളിലേക്ക് കൂടിയാണ് നമുക്ക് പോകേണ്ടത്. ഹരിമോഹനുണ്ട്. ഹരിമോഹൻ, SIT മേൽനോട്ട ചുമതലയുള്ള ADGP H വെങ്കടേഷും SP S ശശിധരനും അടക്കമുള്ളവർ ഹൈക്കോടതിയിൽ അന്വേഷണ പുരോഗതി അറിയിച്ചു കഴിഞ്ഞോ? ഉത്തരവിലേക്ക് എത്തിയോ? പുതിയ ഇടക്കാല ഉത്തരവാണ് ഹൈക്കോടതി ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും പുതിയ വിവരം എന്ന് പറയുന്നത് അന്വേഷണം ശരിയായ ദിശയിലാണ് എന്ന് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നു. അത്തരത്തിലൊരു നിരീക്ഷണത്തിലേക്ക് കൂടി ഹൈക്കോടതി എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. അതായത് രണ്ടാം ഇടക്കാല റിപ്പോർട്ട് പരിഗണിച്ചുകൊണ്ട് ആ റിപ്പോർട്ടിലെ കാര്യങ്ങൾ പഠിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഹൈക്കോടതി ഇത്തരത്തിലൊരു ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട നിരീക്ഷണം അന്വേഷണത്തിൽ പൂർണ്ണ തൃപ്തിയുണ്ട് എന്നുള്ള ഹൈക്കോടതിയുടെ നിരീക്ഷണം തന്നെയാണ്. അതായത് മറ്റൊരു തരത്തിലുള്ള പാകപ്പിഴയും ഇല്ല എന്നുള്ളത് തന്നെ ഹൈക്കോടതി നോക്കിക്കാണുന്നു. കാരണം കഴിഞ്ഞ തവണ ഇതിന്റെ സമഗ്രമായ അന്വേഷണത്തിലേക്ക്, അതായത് ഗൂഢാലോചന അടക്കമുള്ള കാര്യങ്ങളിലേക്ക്, ഉന്നതരിലേക്ക്, വമ്പൻ സ്രാവുകളിലേക്കൊക്കെ തന്നെ അന്വേഷണം പോകണമെന്ന് ഹൈക്കോടതി കൃത്യമായ നിർദ്ദേശം നൽകിയിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ അന്വേഷണം മുന്നോട്ട് പോയതും. അതുകൊണ്ട് തന്നെ രണ്ട് പ്രധാനപ്പെട്ട അറസ്റ്റുകൾ ഈ കാലയളവിൽ ഉണ്ടായിട്ടുണ്ട്. അക്കാര്യങ്ങളെല്ലാം തന്നെ ഇടക്കാല റിപ്പോർട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. മാത്രമല്ല ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആളുകൾ എന്ന് കരുതാവുന്ന മുൻ ദേവസ്വം കമ്മീഷണറും മുൻ ദേവസ്വം പ്രസിഡന്റുമായിട്ടുള്ള N വാസു, ഒപ്പം തന്നെ ദേവസ്വം ബോർഡ് അംഗങ്ങൾ തുടങ്ങിയ ആളുകളെയൊക്കെ തന്നെ ചോദ്യം ചെയ്തിട്ടുണ്ട്. ഇനി കൂടുതൽ ആളുകളെ ചോദ്യം ചെയ്യേണ്ടതുണ്ട് എന്ന അടക്കമുള്ള കാര്യങ്ങൾ റിപ്പോർട്ടിൽ ഉണ്ട്. സ്വാഭാവികമായിട്ടും കട്ടിളപ്പാളിയിലെ അന്വേഷണം കുറച്ചുകൂടി വിശദമായി തന്നെ നടത്തേണ്ടതുണ്ട് എന്നുള്ള കാര്യവും SIT കോടതിയെ അറിയിക്കും എന്നുള്ളതായിരുന്നു. അന്വേഷണം ശരിയായ ദിശയിലാണെങ്കിലും ദേവസ്വം മിനിറ്റ്സ് അത്ര പോരെന്നാണല്ലോ കോടതി പറയുന്നത്. തീർച്ചയായിട്ടും സുജയ, ദേവസ്വം ബോർഡിന്റെ മിനിറ്റ്സ് ശരിയായ രീതിയിലല്ല എന്നുള്ള നിരീക്ഷണം കൂടി ഹൈക്കോടതി നടത്തിയിരിക്കുന്നു. കാരണം ഈ മിനിറ്റ്സ് ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് ചെന്നുകൊണ്ടാണ് SIT പിടിച്ചെടുത്തിരുന്നത്. ആ മിനിറ്റ്സ് കോടതിക്ക് മുമ്പാകെ ഹാജരാക്കിയിട്ടുണ്ട്. മാത്രമല്ല ഇടക്കാല റിപ്പോർട്ടിൽ മിനിറ്റ്സ് സംബന്ധിച്ചിട്ടുള്ള വിവരങ്ങൾ കൂടി രേഖപ്പെടുത്തിയിട്ടുണ്ടാകും സ്വാഭാവികമായിട്ട്. അതുകൊണ്ട് തന്നെ അതാണ് ഹൈക്കോടതി പരിശോധിച്ചുകൊണ്ട് ഇത്തരത്തിലൊരു നിരീക്ഷണം കൂടി പറഞ്ഞിരിക്കുന്നത്. അതും എടുത്തു പറയേണ്ടത് 2025 ദേവസ്വം ബോർഡിന്റെ മിനിറ്റ്സ് ശരിയായ രീതിയിലല്ല എന്നുകൂടിയാണ് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത് എന്നുള്ളത് കൂടി ശ്രദ്ധേയമാണ്. അതായത് ഈ ഭരണസമിതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉള്ള മിനിറ്റ്സാണ്. അതിനകത്ത് പറയുന്ന കാര്യങ്ങളിൽ ഒരു വ്യക്തതക്കുറവുണ്ട് എന്നുള്ളതാണ് പ്രധാനമായിട്ടും സൂചിപ്പിക്കുന്നത്. അതായത് 2025 ഈ പാളികൾ കൊടുത്തുവിടുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില രേഖകൾ, ആ രേഖകളിലും ഒപ്പം തന്നെ പാളി കൈമാറ്റവുമായി ബന്ധപ്പെട്ടുകൊണ്ടും കുറേയധികം ആരോപണങ്ങൾ ഉയർന്നിരുന്നു. ആ സമയത്തെല്ലാം തന്നെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് പറഞ്ഞിരുന്നത് അത് കൃത്യമായി എല്ലാ നടപടിക്രമങ്ങളും പാലിച്ചുകൊണ്ടാണ് ഈ ഇത്തരത്തിൽ പാളികൾ കൈമാറ്റം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട രേഖകൾ തയ്യാറാക്കിയത് എന്നുള്ളതായിരുന്നു. പക്ഷേ പല കാര്യങ്ങളും മിനിറ്റ്സിൽ രേഖപ്പെടുത്തുന്നതിൽ വീഴ്ച വന്നു എന്നുള്ളതാണ് ഹൈക്കോടതി ചൂണ്ടിക്കാണിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം. അതായത് പല കാര്യങ്ങളും മിനിറ്റ്സിൽ രേഖപ്പെടുത്തിയിട്ടില്ല എന്ന് ഹൈക്കോടതി നിരീക്ഷിച്ചിരിക്കുന്നു. SITയുടെ പ്രധാനപ്പെട്ട കണ്ടെത്തൽ കൂടി അതാണ് എന്നുള്ളതാണ്. അതായത് ഇപ്പോൾ സ്വാഭാവികമായിട്ടും ദേവസ്വം ബോർഡ് ഭരണസമിതിയിലേക്ക് അന്വേഷണം പോകുന്നു എന്ന് പറയുമ്പോൾ അത് 2019 മാത്രമല്ല 2025 ഭരണസമിതിയുടെ ഇടപെടലുകളിലും ഭരണസമിതിയുടെ രേഖകളിലും ഒക്കെ തന്നെ വലിയ രീതിയിലുള്ള പാകപ്പിഴകൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് SITയുടെ കണ്ടെത്തൽ. അത് തന്നെ ഹൈക്കോടതി ചൂണ്ടിക്കാണിക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. 2025 ഭരണസമിതിയിലേക്ക് അന്വേഷണം പോകുമ്പോൾ ഇപ്പോഴുള്ള ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് അടക്കമുള്ളവർ ചോദ്യമുന്നയിലേക്ക് വരും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അവിടെ 2019 പ്രസിഡന്റ് A പത്മകുമാർ മാത്രമല്ല, ശേഷവും ഇത്തരത്തിൽ പാളികൾ കൈമാറ്റം, പാളികൾക്ക് അറ്റകുറ്റപ്പണികൾ ചെയ്യുന്നത് അടക്കമുള്ള കാര്യങ്ങൾക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റി ഏൽപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വളരെ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ, ആരോപണങ്ങളൊക്കെ തന്നെ ഉയർന്നിരുന്നു. അത് ഏറെക്കുറെ ശരിവെക്കുന്നു എന്നുള്ളതാണ് ഹൈക്കോടതിയുടെ ഇപ്പോഴുള്ള ഇടക്കാല ഉത്തരവിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ദേവസ്വം ബോർഡിന്റെ മിനിറ്റ്സ് ക്രമരഹിതമാണ് എന്നുകൂടി ഹൈക്കോടതി ചൂണ്ടിക്കാണിക്കുന്നു എന്നുള്ളതാണ്. അതായത് മിനിറ്റ്സിൽ പല കാര്യങ്ങളും രേഖപ്പെടുത്താതെ ക്രമരഹിതമായിട്ടാണ് അത് തയ്യാറാക്കിയിരിക്കുന്നത് എന്നുള്ളത് കൂടി ഹൈക്കോടതി ചൂണ്ടിക്കാണിക്കുകയാണ്. ഏതൊക്കെ കാര്യങ്ങളാണ് അല്ലെങ്കിൽ ഏതൊക്കെ നടപടിക്രമങ്ങളാണ് അതിനകത്ത് രേഖപ്പെടുത്താത്തത് എന്നതടക്കമുള്ള കാര്യങ്ങൾ കുറച്ചുകൂടി വ്യക്തത വരേണ്ടതുണ്ടെങ്കിൽ പോലും ആ 2025 മിനിറ്റ്സിനെ കുറിച്ച് ഹൈക്കോടതി പറയുന്നത് വളരെ സുപ്രധാനമായ കാര്യമാണ്. ഈ അന്വേഷണത്തിന്റെ ഗതി തന്നെ നിശ്ചയിക്കാൻ കഴിയുന്ന രീതിയിലാണ് അത് ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിലൊരു നിരീക്ഷണം വന്നെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ ദേവസ്വം ബോർഡ് ഭരണസമിതിയിൽപ്പെട്ട ആളുകൾ, ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരൊക്കെ തന്നെ അധികം വൈകാതെ ചോദ്യമുന്നയിലേക്ക് എത്തുമെന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട എന്നുള്ളതാണ് ഇതുകൊണ്ട് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ 2 ആഴ്ച മാത്രമേ പിന്നിട്ടുള്ളൂ. അതിനു മുൻപ് തന്നെ ഈ മിനിറ്റ്സുകളെല്ലാം പരിശോധിച്ചുകൊണ്ട് അതിലെ ഒരു നിഗമനത്തിലേക്ക് SITക്ക് എത്തിച്ചേരാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാര്യം. വരും ദിവസങ്ങളിൽ അതുമായി ബന്ധപ്പെട്ട കൂടുതൽ പരിശോധനകളും ചോദ്യം ചെയ്യലുകളും ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യത കൂടി ഇത് ചൂണ്ടിക്കാണിക്കുന്നു. അല്ലെങ്കിൽ ഹൈക്കോടതിയുടെ നിരീക്ഷണം അതിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് എന്നുള്ളത്
എന്നുള്ളതിൽ സംശയമില്ല. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഈ കഴിഞ്ഞ ഭരണസമിതിയിൽപ്പെട്ട ആളുകളെ ചോദ്യം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട നടപടികളിലേക്ക് കടന്ന SITക്ക് ഇനിയിപ്പോൾ പുതിയ ഭരണസമിതി, അതായത് ഇപ്പോൾ നിലവിലുള്ള ഭരണസമിതിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള അന്വേഷണം കൂടി മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട്. ഇപ്പോൾ ഈ അടുത്ത കാലത്താണ്, ഈ കഴിഞ്ഞ ദിവസങ്ങളിലാണ് ഇതേ ഭരണസമിതിക്ക് കാലാവധി നീട്ടിക്കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു തീരുമാനത്തിലേക്ക് സർക്കാർ എത്തുകയും ചെയ്തത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നടത്തിയിരിക്കുന്ന ഹൈക്കോടതിയുടെ നിരീക്ഷണം എന്ന് പറയുന്നത് ഇത് സംബന്ധിച്ച് വളരെയധികം നിർണായകമായിട്ടുള്ള കാര്യമാണ്. താൻ എല്ലാ വിധത്തിലുള്ള ചട്ടങ്ങളും പാലിച്ചുകൊണ്ട്, എല്ലാ വിധത്തിലുള്ള നടപടിക്രമങ്ങളും പാലിച്ചുകൊണ്ടാണ് ഈ പാളിക്കൈമാറ്റം നടത്തിയിട്ടുള്ളത് എന്നുള്ള ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്തിന്റെ വാദഗതികൾ പൂർണ്ണമായിട്ട് തള്ളിക്കളയുന്നതാണ് SITയുടെ നിഗമനവും തുടർന്ന് ഹൈക്കോടതി നടത്തിയിട്ടുള്ള നിരീക്ഷണവും എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. അതുകൊണ്ട് തന്നെ അത് എന്തൊക്കെ തരത്തിലുള്ള വീഴ്ചകളാണ് ദേവസ്വം ബോർഡിന്റെ ഭാഗത്തുനിന്നുണ്ടായത്, അല്ലെങ്കിൽ 2025 ദേവസ്വം ബോർഡിന്റെ മിനിറ്റ്സിൽ ആണ് അപാകത അല്ലെങ്കിൽ വീഴ്ചയുണ്ടായി എന്ന് പറയുന്നത്. കോടതിയുടെ ഇടക്കാല ഉത്തരവിന്റെ ഭാഗമായി വരുന്ന വാചകമാണത്. എന്താണ് അപാകത? മിനിറ്റ്സിൽ എന്താണ് രേഖപ്പെടുത്തുന്നതിൽ വന്ന വീഴ്ച? സുജയ, ഏറ്റവും പ്രധാനപ്പെട്ട വിവരം കൂടി അതിൽ പുറത്തു വരുന്നുണ്ട്. 2025 ജൂലൈ 28 വരെയുള്ള വിവരങ്ങൾ മാത്രമേ മിനിറ്റ്സിലുള്ളൂ എന്നാണ് ഹൈക്കോടതി ചൂണ്ടിക്കാണിക്കുന്നത്. അതായത് സെപ്റ്റംബറിലാണ് ദ്വാരപാലക പാളി അറ്റകുറ്റപ്പണിക്ക് കൊണ്ടുപോകുന്നത്. പക്ഷേ ആ വിവരം മിനിറ്റ്സ് ബുക്കിൽ രേഖപ്പെടുത്തിയിട്ടില്ല എന്നുള്ള, ആ സമയത്ത് മിനിറ്റ്സ് ബുക്കിൽ രേഖപ്പെടുത്തലുകൾ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഹൈക്കോടതി ചൂണ്ടിക്കാണിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട ഗുരുതരമായിട്ടുള്ള ഒരു വിഷയം തന്നെയായി അതിനെ കാണേണ്ടിയിരിക്കുന്നു. കാരണം ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്ന ദ്വാരപാലക പാളി അറ്റകുറ്റപ്പണി കൊടുത്തുവിട്ട വിഷയമാണ്. പക്ഷെ അത് മിനിറ്റ്സിനകത്ത് രേഖപ്പെടുത്തിയിട്ടില്ല, മിനിറ്റ്സ് ബുക്കിൽ ഇല്ല എന്ന് പറയുന്നത് ഗുരുതരമായിട്ടുള്ള വീഴ്ച തന്നെയായി കാണേണ്ടിയിരിക്കുന്നത്. എന്തുകൊണ്ടാണ് അത്തരത്തിൽ മിനിറ്റ്സ് ബുക്കിൽ രേഖപ്പെടുത്താതെ ആ ദ്വാരപാലക പാളികൾ കൊടുത്തുവിട്ടത് എന്നതടക്കമുള്ള ചോദ്യങ്ങൾക്ക് ദേവസ്വം ബോർഡിന്റെ അധികൃതർ തന്നെ, ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അടക്കമുള്ളവർക്ക് മറുപടി പറയേണ്ടി വരും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം ജൂലൈ കഴിഞ്ഞു, ഇതിപ്പോൾ നവംബർ ആയിരിക്കുന്നു. ഈ കാലയളവിൽ ഉണ്ടായിട്ടുള്ള കാര്യങ്ങൾ ഒന്നും തന്നെ മിനിറ്റ്സ് ബുക്കിൽ രേഖപ്പെടുത്തുന്നില്ല എന്നുള്ളതാണ് അവിടെ വലിയൊരു ചോദ്യചിഹ്നമായി നിലനിൽക്കുന്നത്. എന്തുകൊണ്ട് സംഭവിക്കുന്നു? പ്രത്യേകിച്ച് ഈ മുൻകാലങ്ങളിലൊക്കെ തന്നെ ഈ പാളികൾ കൈമാറ്റം ചെയ്തതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള വിവാദങ്ങൾ നിലനിൽക്കുന്ന സമയത്ത് ഈ ഭരണസമിതി ഒരിക്കൽ കൂടി അറ്റകുറ്റപ്പണിക്കായി പാളികൾ കൊടുത്തുവിടുമ്പോൾ അത് രേഖപ്പെടുത്തേണ്ടത് ഭരണസമിതിയുടെ ഉത്തരവാദിത്തമാണ്. സ്വാഭാവികമായിട്ടും മറ്റൊരു പ്രശ്നം ഉണ്ടാകാതിരിക്കാൻ അവർ അത് രേഖപ്പെടുത്തുകയും ചെയ്യും. പക്ഷേ ഇവിടെ അത് ഉണ്ടായിട്ടില്ല. എല്ലാ നടപടിക്രമങ്ങളും പാലിച്ചുവെന്ന് ആവർത്തിച്ച് ദേവസ്വം പ്രസിഡന്റ് പറയുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട നടപടിക്രമം എന്നുള്ള നിലയിൽ ഈ മിനിറ്റ്സ് ബുക്കിൽ ആ കാര്യം രേഖപ്പെടുത്തിയിട്ടില്ല എന്നുള്ളത് വലിയ രീതിയിലുള്ള വീഴ്ച തന്നെയായി കാണേണ്ടിയിരിക്കുന്നു. അവിടെയാണ് SIT മിനിറ്റ്സ് ബുക്ക് പിടിച്ചെടുത്തുകൊണ്ട് അടക്കം പരിശോധന നടത്തുകയും അത്തരത്തിലൊരു നിഗമനത്തിലേക്ക്, അതായത് ഈ വിവരങ്ങളെല്ലാം പരിശോധിച്ചുകൊണ്ട് ഇവിടെ ദേവസ്വം ബോർഡിന്റെ ഭാഗത്ത് നിന്ന് വലിയ രീതിയിലുള്ള വീഴ്ച ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യം ഹൈക്കോടതി അറിയിക്കുകയും ചെയ്തു. ഹൈക്കോടതി ഇത് ഇടക്കാല ഉത്തരവിൽ രേഖപ്പെടുത്തുന്നു എന്നുള്ളത് കൂടിയാണ്. സ്വാഭാവികമായിട്ടും ഇനിയുള്ള വരും ദിവസങ്ങളിൽ ദേവസ്വം ബോർഡിന്റെ ഭരണസമിതി, ഇപ്പോഴുള്ള ഭരണസമിതി വലിയ രീതിയിൽ ചോദ്യമുനയിലേക്ക് വരുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. മുൻപുണ്ടായിരുന്ന, അതായത് ഏറ്റവും പ്രധാനപ്പെട്ട നിരീക്ഷണങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഈ സ്വർണ്ണപ്പാളിയുടെ അളവെടുക്കാൻ വേണ്ടി നന്ദൻ എന്നയാളെയാണ് പോറ്റി നിയോഗിച്ചത്. സ്വർണ്ണപ്പാളി ഇളക്കി മാറ്റിയാണ് നന്ദൻ അളവെടുത്തത്. നട തുറന്നിരുന്ന സമയത്താണ് ഈ അളവെടുത്തത് എന്നുകൂടി ഹൈക്കോടതി ഇടക്കാല ഉത്തരവിൽ രേഖപ്പെടുത്തുന്നുണ്ട് എന്നുള്ളതാണ്. അതായത് ഈ വിഷയങ്ങൾ SIT നടത്തിയിട്ടുള്ള അന്വേഷണത്തിൽ കണ്ടെത്തിയ കാര്യങ്ങൾ ഹൈക്കോടതി ഇടക്കാല ഉത്തരവിലേക്ക് കൂടി രേഖപ്പെടുത്തുന്നു എന്നുള്ളതാണ്. അതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് ഈ സ്വർണ്ണപ്പാളി ഇളക്കി മാറ്റിക്കൊണ്ട് നന്ദൻ അളവെടുത്തു എന്നുള്ളതാണ്. ഈ നന്ദനെ കുറിച്ച് നമ്മൾ നേരത്തെ സംസാരിക്കുകയും ഇളമ്പള്ളി ക്ഷേത്രവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഈ നന്ദന്റെ ബന്ധവും ഒക്കെ അടക്കം നമുക്ക് നേരത്തെ നമ്മൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഈ പോറ്റി ഏർപ്പാടാക്കിയ ആളാണ് ഈ നന്ദൻ എന്നുള്ള കാര്യവും നമ്മൾ നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നു. അക്കാര്യങ്ങളൊക്കെ തന്നെ വീണ്ടും ഇടക്കാല റിപ്പോർട്ടിലേക്ക് വരികയാണ്. പക്ഷേ ഇതിനകത്ത് ആ ഗുരുതരമായ പ്രശ്നം അവിടെ നിലനിൽക്കുകയാണ്. ഇത്രയൊക്കെ കാര്യങ്ങൾ, സ്വർണ്ണപ്പാളി ഇളക്കി മാറ്റി അളവെടുത്ത് നട തുറന്നിരുന്ന സമയത്ത് അളവെടുത്ത് കഴിഞ്ഞ് അത് കൊണ്ടുപോകുന്ന സമയത്ത് ഒന്നും തന്നെ ഈ മിനിറ്റ്സ് ബുക്കിനകത്ത് ഇത്തരം കാര്യങ്ങൾ ഒന്നും തന്നെ രേഖപ്പെടുത്തുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം. അതായത് ദേവസ്വം ബോർഡ് ഭരണസമിതിയുടെ ഭാഗത്തുനിന്ന് SITക്ക് മുൻപ് ഒട്ടേറെ ദുരനുഭവം ഉണ്ടായി എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം പല രേഖകളും ആവശ്യപ്പെട്ടപ്പോൾ സമയത്ത് ലഭിച്ചിരുന്നില്ല. ഒന്നല്ല രണ്ടല്ല പല വട്ടം ആ രേഖകൾ ആവശ്യപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഏറ്റവും പുതിയ രേഖകൾ കൊടുത്തു എന്നുള്ളതല്ലാതെ ആവശ്യപ്പെട്ട എംബുക്ക് അടക്കമുള്ള രേഖകൾ കൊടുക്കാൻ ആദ്യം ഭരണസമിതി തയ്യാറായില്ല, അല്ലെങ്കിൽ ദേവസ്വം ബോർഡ് തയ്യാറായില്ല. പിന്നീട് ദേവസ്വം ബോർഡ് ആസ്ഥാനത്തേക്ക് ചെന്നുകൊണ്ടാണ് അവിടെ പരിശോധന നടത്തിക്കൊണ്ട് SIT ഇത്തരത്തിലുള്ള രേഖകൾ പിടിച്ചെടുത്തത്. ആ രേഖകളിൽ മേലാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു പ്രശ്നം ചൂണ്ടിക്കാണിച്ചതും. പ്രധാനപ്പെട്ട ഒരു ചോദ്യവുമായി ദേവസ്വം ബെഞ്ച് വരുന്നത്, ചെന്നൈയിൽ എത്തിയ സമയത്ത് ദേവസ്വം ഉദ്യോഗസ്ഥർ പോറ്റിയുടെ ആതിഥ്യം സ്വീകരിച്ചോ എന്നുള്ളതാണ് ഒരു ചോദ്യമായിട്ട് പറയുന്നത്. അതായത് ഈ സ്മാർട്ട് ക്രിയേഷൻസിൽ വെച്ച് ഈ അറ്റകുറ്റപ്പണി കഴിഞ്ഞ ഈ സ്വർണം പൂശിയ
പാളികൾ അളവും തൂക്കവും തിട്ടപ്പെടുത്തിക്കൊണ്ട് ഏറ്റെടുക്കുന്ന ഒരു സമയമുണ്ട്. ഈ ദേവസ്വം ഉദ്യോഗസ്ഥർ അവിടെ ചെന്നാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ അവർ ചെന്നൈയിൽ എത്തിയ സമയത്ത് ഈ പോറ്റിയുടെ ആതിഥ്യം സ്വീകരിച്ചോ എന്നുള്ള ഒരു ചോദ്യം പ്രധാനമായിട്ടും ചോദിക്കുന്നുണ്ട്. അതായത് ഇക്കാര്യം അറിയണമെന്ന് കൂടി ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ച് പറയുകയാണ്. അപ്പോൾ അത്തരത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള സൂചനകളോ നിഗമനത്തിലേക്കോ SIT എത്തിയിട്ടുണ്ടാകണം. അതുകൊണ്ട് തന്നെയാണ് ഹൈക്കോടതി ഇത്തരത്തിലൊരു വിഷയം അല്ലെങ്കിൽ ഒരു കാര്യം ചൂണ്ടിക്കാണിക്കുന്നത്. പോറ്റിയുടെ ആതിഥ്യം സ്വീകരിച്ചാണ് ദേവസ്വം ഉദ്യോഗസ്ഥർ ചെന്നൈയിൽ ഉണ്ടായിരുന്നത് അല്ലെങ്കിൽ ചെന്നൈയിൽ ദിവസങ്ങളോളം കഴിഞ്ഞത് എന്നതാവാം ഒരുപക്ഷെ SITയുടെ നിഗമനമായി വരുന്നത്. അതുകൊണ്ട് ഹൈക്കോടതി അത് ആവർത്തിക്കുകയാണ്. അങ്ങനെ ഏതെങ്കിലും തരത്തിൽ ആതിഥ്യം സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അത് SITയുടെ അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടും ഉണ്ടാകും എന്നുള്ളതാണ്. എന്നാലും പ്രധാനപ്പെട്ട ചില നിരീക്ഷണങ്ങൾ ഇത്തവണ വരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് ഇത്തവണ നിർണായകമായ കണ്ടെത്തലുകൾ ഉള്ളത് കൊണ്ട് തന്നെയാണ് ഇത്തവണ നേരിട്ട് അന്വേഷണത്തിന്റെ മേൽനോട്ട ചുമതലയുള്ള അല്ലെങ്കിൽ അന്വേഷണ സംഘത്തലവൻ എന്ന് പറയുന്ന ADGP H. വെങ്കടേഷ് അടക്കമുള്ള പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥർ ഇന്ന് നേരിട്ട് ഹൈക്കോടതിയിലേക്ക് എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അതായത് ദ്വാരപാലക പാളിയുടെ അന്വേഷണത്തിന്റെ അവസാന ഘട്ടമാണ് ഇത് എന്നുള്ളതാണ് SIT വൃത്തങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നത്. അതേസമയം തന്നെ വിവരങ്ങളാണ് വരുന്നത്. 2025 ജൂലൈ 28 വരെയുള്ള കാര്യങ്ങൾ ദേവസ്വം ബോർഡിന്റെ മിനിറ്റ്സിലുണ്ട്. സെപ്റ്റംബറിൽ ദ്വാരപാലക പാളി കടത്തിയ സമയത്ത് മിനിറ്റ്സ് ബുക്കിൽ രേഖപ്പെടുത്തലുകളില്ല. സ്വർണ്ണപ്പാളിയുടെ അളവെടുക്കാൻ നന്ദൻ എന്നയാളെ പോറ്റി നിയോഗിച്ചു. ഉണ്ണികൃഷ്ണൻ പോറ്റി സ്വർണ്ണപ്പാളി ഇളക്കി മാറ്റി അളവെടുത്തു. നട തുറന്നിരുന്ന സമയത്താണ് അളവെടുത്തത്. ചെന്നൈയിലെത്തിയ സമയത്ത് ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥർ പോറ്റിയുടെ ആതിഥ്യം സ്വീകരിച്ചോ അതറിയണമെന്ന് ഹൈക്കോടതി ദേവസ്വം ബെഞ്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ SITയുടെ അന്വേഷണത്തിൽ കൂടുതൽ കാര്യങ്ങളിലേക്ക് അന്വേഷണം പോകും എന്നുള്ളതും ഉറപ്പാണ്.